സോ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരുള്ള സ്പീഡ് വേ മോട്ടോർ റേസിംഗ് ട്രാക്കിലാണ്. ഇവിടെ ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ ട്രാക്ക് സ്കൂൾ ഇവൻറ്റ് നടക്കാൻ പോവുകയാണ്. സോ എന്താണ് റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂൾ, എങ്ങനെ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അങ്ങനെ ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഗിയേഴ്സും കിട്ടി കഴിഞ്ഞ്, വണ്ടിയും കിട്ടി. നമ്മുടെ 20 ആണ് വണ്ടിയുടെ നമ്പർ, ബാച്ച് 2-ലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സോ റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 650 ബൈക്കാണ്. പക്ഷേ ഇതിനെ ഇവർ ഈ ഒരു എന്താ പറയുന്നത് ട്രാക്ക് സ്പെക്കിൽ വിളിക്കുന്നത് GTR 650 എന്നാണ്. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആ റേസിംഗ് ലൈൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ 2 വണ്ടിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോവാണ്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്, നോക്കാം. ഈ പിറ്റ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ട്രാക്ക് മൊത്തം ഇട്ട് ഓടിച്ച റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ 650 GTR മോഡൽസ്. അതായത് നമ്മുടെ GT 650യുടെ ഒരു ട്രാക്ക് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് റോഡ് ലീഗലല്ല, കാരണം ഇത് റേസിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ ഉപയോഗിക്കാനോ കഴിയില്ല. കംപ്ലീറ്റ്ലി ഫോർ ട്രാക്ക് യൂസ് ഓൺലി. ഇതിൽ വന്നിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ട്രാക്ക് യൂസിന് വേണ്ടി മാത്രമുള്ള JK ടയേഴ്സിൻ്റെ ട്രാക്ക് ടയേഴ്സാണ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിക്ക്, ഇത്രയും ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നൊരു വണ്ടി, ഇത്രയും ടൈറ്റ് കോർണേഴ്സിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇത് ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാകുന്നത്. ഇത് നല്ല സ്റ്റിക്കി ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ഫ്രണ്ടിലുണ്ട്. സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് സസ്പെൻഷൻ അല്ല, അതിൽ അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടെലസ്കോപ്പിക് കൺവെൻഷണൽ ഫോർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഹെഡ് ലാമ്പ് ഇല്ല, അതും അതുപോലെ തന്നെ അതിൻ്റെ വയറിംഗ് സെറ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കൗളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് റേസ് നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. സ്പീഡോമീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇഗ്നിഷൻ കീ ഉപയോഗിച്ചിട്ടല്ല, ഇവിടെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓൺ ആക്കുന്നത്. ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്കാണ്. സീറ്റ് ഇവിടെ ഒരു ബാക്ക് കൗൾ വരുന്ന രീതിക്കുള്ള ഒരു സീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ലുക്ക് കൊടുക്കാനായിട്ട് ഷാസിയുടെ ബാക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനം കാണുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക GT സ്റ്റൈലിംഗ് കാണാൻ സാധിക്കുന്നതാണ്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ഒരു ഫുൾ സിസ്റ്റം ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കിഡിലിനാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കേൾപ്പിച്ച് തരാം. അതുപോലെ തന്നെ K&Nൻ്റെ പെർഫോമൻസ് എയർ ഫിൽറ്റേഴ്സ് ഇതിൽ കയറിയിട്ടുണ്ട്. സോ വാഹനത്തിൻ്റെ പെർഫോമൻസ് ട്രാക്കിൽ കുറെ കൂടെ ബെറ്റർ ആണ് നമ്മുടെ സ്റ്റോക്ക് GTയെ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക്. സോ ഇത്രയാണ് ബേസിക് മോഡിഫിക്കേഷൻസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വണ്ടി ട്രാക്കിൽ ഓടിക്കാൻ ഒരു രക്ഷയില്ല, കിട്ടില്ല ഫീൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിനോടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കീ ഇട്ടല്ല ഓണാക്കുന്നത്. ഈ ഒരു സ്വിച്ച് സിമ്പിളി ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഓണാവും. എന്നിട്ട് GT എക്സ്പീരിയൻസിൽ പങ്കെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ PRN മോട്ടോർ സ്പോർട്ട് പേജിൽ, അതേപോലെ തന്നെ റോയൽ എൻഫീൽഡ് മോട്ടോർ സ്പോർട്സ് പേജിലും ഈ റെഗുലർ അപ്ഡേറ്റ്സ് അബൌട്ട് ദ ഇവൻറ്റ് ദേ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ്. സോ ഡേറ്റ് എപ്പോഴാണ്, സിറ്റി ഏതാണെന്ന് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഫോം സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ PRN മോട്ടോർ സ്പോർട്ട് റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂളിൻ്റെ വെബ്സൈറ്റും ഉണ്ട്. സോ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ലൈക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ബ്ലഡ് ഗ്രൂപ്പ്, മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ, സൂട്ട്, ബൂട്ട് ആൻഡ് ഗ്ലൗവിൻ്റെ സൈസസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ സ്ലോട്ട് ബുക്ക്ഡ് ആവും. പേയ്മെൻറ്റ് ഈ GT എക്സ്പീരിയൻസിന് നമുക്ക് കോസ്റ്റ് വരുന്നത് 10,000 രൂപീസാണ്. സോ ഈ 10,000 എന്തൊക്കെ ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ ട്രാക്ക് സ്പെക് കോണ്ടിനെൻ്റൽ GT 650 ബൈക്ക്, അതായത് റേസിംഗ് ക്ലിപ്പ് ഓൺസ്, കസ്റ്റം എക്സോസ്റ്റ്, റേസിംഗ് ടയേഴ്സ് ആൻഡ് റേസിംഗ് സസ്പെൻഷൻ, പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒക്കെ വെച്ചിട്ട് വരുന്നത് ഈ GT 650 ട്രാക്ക് സ്പെക് ബൈക്ക് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന റേസിംഗ് ഗിയേഴ്സ്, അതായത് റേസിംഗ് സൂട്ട്, റേസിംഗ് ബൂട്ട് ആൻഡ് റേസിംഗ് ഗ്ലൗ. സോ ഇത് മൂന്നും നമുക്ക് ചേർക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ഇതിൻ്റെ റേസിംഗ് ഗിയേഴ്സിൻ്റെ പ്രൈസ് മാത്രം ഒരു 60 to 70K വരും നിങ്ങളിപ്പോൾ വെയർ ചെയ്തത്. സോ അതേപോലെ തന്നെ 1 ഡേക്കുള്ള ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആണ്. പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ട്രെയിനിങ്, റൈഡിംഗ് ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആണ്. ഇത് GT കപ്പ് ചാമ്പ്യൻസ്, അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ റേസിംഗ് അത്ലീറ്റ്സ്, ഇന്റർനാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് അത്ലീറ്റ്സ് നമ്മളെ വന്ന് ട്രെയിൻ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് റൂം സെഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ട്രാക്ക് സെഷൻ ഉണ്ടാവും. ഇതാണ് ഈ GT എക്സ്പീരിയൻസ് പ്രോഗ്രാം പറയുന്നത്. സോ ബേസിക്കായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ ലവർ അല്ലെങ്കിൽ ബീറ്റ് കമ്മ്യൂട്ടർ, ഫോർ ഡേ ടു ഡേ നീഡ്സ് കമ്മ്യൂട്ടിങ് ചെയ്യുന്ന ആൾ, ടൂർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റൈഡ് ചെയ്യുന്ന ആൾ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം ഒരു
suitable program ആയിരിക്കും. So just to refine their skills and become a better version of themselves on a motorcycle, they can join this program. കുറേ പേർക്ക് ഇത് റോയൽ എൻഫീൽഡ് പ്രോഗ്രാം ആയത് കാരണം തന്നെ റോയൽ എൻഫീൽഡ് കസ്റ്റമേഴ്സിന് മാത്രം ലിമിറ്റഡ് ആണെന്നുള്ള സംശയമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ പബ്ലിക്. 18 വയസ്സിൻ്റെ മേലെ ഉണ്ടാവണം, അത് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ. പിന്നെ വരുമ്പോൾ ഡബിൾ ഡീറിങ് സർട്ടിഫൈഡ് ഹെൽമെറ്റ് കൊണ്ടുവരണം, അവരുടെ സ്വന്തം ഹെൽമെറ്റ് കൊണ്ടുവരണം, അത്രയാണുള്ളൂ. ഇങ്ങനെ മോട്ടോർ സൈക്കിൾ റേസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, GT കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണോ, ഇതിൻ്റെ എക്സ്പെൻസ് ഒക്കെ അഫോർഡബിൾ ആണോ എന്ന് വെച്ചിട്ട് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂൾ പവർഡ് ബൈ PRN മോട്ടോർ സ്പോർട്ടിൻ്റെ GT ട്രാക്ക് പ്രോഗ്രാം ഉണ്ട്. സോ GT ട്രാക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് GT ട്രാക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു ലെവൽ 1 and 2 പ്രോഗ്രാം പോലെ വരും. സോ ബേസിക്കായിട്ട് ഒരു FMSA സർട്ടിഫൈഡ് റേസിംഗ് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിന് FMSA ലൈസൻസ് വേണം. സോ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ലെവൽ 1 and 2 GT ട്രാക്ക് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ നമ്മൾ അവർക്കൊരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ ലെവൽ 1 and 2 ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് അവർ FMSAക്ക് സബ്മിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് FMSA ലൈസൻസ് കിട്ടുന്നത്. സോ റേസിംഗിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനത്തെ ഒരു സർട്ടിഫൈഡ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ GT ട്രാക്ക് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ബിക്കോസ് റോയൽ എൻഫീൽഡ് പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ബൈക്സ് ഇൻക്ലൂഡഡ് ആണ്. ചില പേർക്ക് ബൈക്ക് ഉണ്ടാവില്ല, ബൈക്ക് എങ്ങനെയാണ് ഒരു ബൈക്ക് ഇതിന് മേടിച്ചിട്ട് വരണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ GT ട്രാക്ക് പ്രോഗ്രാമിൽ ട്രാക്ക് സ്പെക് കോണ്ടിനെന്റൽ GT 650 ബൈക്ക് ഇൻക്ലൂഡഡ് ആണ്. സോ ഈ GT എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമുക്ക് GT ട്രാക്ക് പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് GT ട്രാക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം വേണ്ട, എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് GT ട്രാക്ക് ചെയ്യാം. സോ GT ട്രാക്കിന്റെ കോസ്റ്റ് വരുന്നത് 34,000 ആണ്. 34,000 പ്രൊഫഷണൽ ട്രെയിനിങ് ഫോർ 2 days ആൻഡ് ഓൾസോ ബൈക്സ് ഇൻക്ലൂഡഡ് ആണ്. സോ ഇപ്പോൾ നമ്മൾ 20 days, ഇപ്പോൾ ഒരു ഡേറ്റ് ഇപ്പോൾ 28th February ആണ് നമ്മൾ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു 20 days മുമ്പ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാ സ്ലോട്ടൊക്കെ കൺഫേം ചെയ്താൽ നമുക്ക് ആ പ്രൈസ് വരുന്നത് 29,999 ആണ്. സോ 20 days മുമ്പ് വരെ നമ്മൾ ഡിസ്കൗണ്ടഡ് പ്രൈസ് കൊടുക്കും. അപ്പോൾ 20 days മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ 29,999, അതായത് 30,000 നമ്മൾ 2 day പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഗിയേഴ്സ് നമുക്ക് റെന്റൽ ബേസിസിൽ നമ്മൾ അഡീഷണൽ കോസ്റ്റ് പേ ചെയ്തെടുത്ത് ഗിയേഴ്സ് റെന്റ് ചെയ്യാം ഫോർ 2 days. സോ ഈ 29,999 ഈ ഡിസ്കൗണ്ടഡ് പ്രൈസ് GT ട്രാക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് 29,999 നമ്മൾ ട്രാക്ക് സ്പെക് ബൈക്ക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കരി മോട്ടോർ സ്പീഡ് വേ പോലെ പെരിയ ട്രാക്ക്, നമ്മുടെ GT കപ്പ് റേസസ് നടക്കണില്ലേ, ആ സെയിം കരി മോട്ടോർ സ്പീഡ് വേ ട്രാക്കിൻ്റെ ട്രാക്ക് റെന്റൽ 2 days ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ അത്ലീറ്റ്സ് ആൻഡ് GT കപ്പ് ചാമ്പ്യൻസ് നമ്മൾ വന്നിട്ട് 2 days ട്രെയിൻ ചെയ്യും, ആ ട്രെയിനിങ് ഇൻക്ലൂഡ് ആണ്. പിന്നെ ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ്സ്, അതേപോലെ തന്നെ ലെവൽ 1 and 2 സർട്ടിഫിക്കേഷൻ, അതായത് GT ട്രാക്ക് ഒരു FMSA സർട്ടിഫൈഡ് പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ റേസിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ GT ട്രാക്ക്, GT എക്സ്പീരിയൻസ്, GT റേസ് മൂന്നും നമുക്ക് കോയമ്പത്തൂരിലും നടക്കും ആ 2 days. അപ്പോൾ കണ്ടല്ലോ, ഇതായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ട്രാക്ക് സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ ഈ ഒരു ഗോക്കാ ട്രാക്കിൽ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം കമ്പനിയുടെ ഭാഗത്തു നിന്ന് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ രജിസ്ട്രേഷൻ മാത്രം നടത്തിയാൽ മതിയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി, സൂട്ട്, വേണ്ട ട്രെയിനിങ്, ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ആയിരുന്നു. ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. നമുക്ക് ഇവിടെ കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ക്വാളിറ്റി ലെവൽ ഓഫ് ട്രെയിനിങ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ GT കപ്പ് വിന്നേഴ്സും അതുപോലെ തന്നെ ഒരുപാട് റേസിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള അനീഷ് ബ്രോ, അതുപോലെ തന്നെ സൂര്യ ബ്രോ പോലെയുള്ള ആളുകളാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹോൾ ഡേ ട്രെയിനിങ് എന്നത്. അതായത് അവർ ഒരു തിയറി ക്ലാസ് തരും, അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് സെഷൻസ് തരും. സോ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ പ്രാക്ടിക്കലായിട്ട് പരീക്ഷിച്ച് നോക്കാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് നമ്മൾ എത്ര യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചാലും എത്ര വായിച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സാധ്യമാകുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൈഡിങ്ങിൽ കാണിച്ചുകൊണ്ടിരുന്ന മിസ്റ്റേക്സ്, അല്ലെന്നുണ്ടെങ്കിൽ ട്രാക്കിൽ ഓടിക്കുന്ന സമയത്ത് എത്ര ബെറ്ററായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിലിവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇതുവരെ നമ്മളിപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളെല്ലാം കിടിലൻ റൈഡേഴ്സ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. പ്രോപ്പർ ടെക്നീക്സ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അത് ഓടിച്ച് നോക്കുമ്പോഴാണ് നമുക്കത് എന്തോരം ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര പെർഫെക്ഷനോടാണ്, അല്ലെങ്കിൽ എത്ര തെറ്റായിട്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ മാറിക്കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 10,000 rupees ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ടായിട്ട് തോന്നാം. പക്ഷേ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻഡെപ്ത് നോളജ് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്
ഈ ഒരു വിലയ്ക്ക് ഈ കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തോരം നിങ്ങൾക്ക് വാല്യൂബിൾ ആണെന്നുള്ളത്. കാരണം നോർമലി നമുക്കൊരു ട്രാക്ക് സെഷനിൽ ഇറങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 25,000 റുപ്പീസ് എങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അത്രയും സ്പെൻഡ് ചെയ്യാനില്ലാത്തവർ എന്നാൽ ട്രാക്കിൽ വണ്ടി ഓടിക്കണം, ആ ഒരു ഫുൾ ലെതർ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഓടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ പറ്റിയ ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു ട്രാക്ക് സ്കൂൾ റോയൽ എൻഫീൽഡ് അതുപോലെ തന്നെ PNR റേസിംഗ് കൂടെ നടത്തുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ റിസ്ക് എലമെൻസും വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഫുൾ ഗിയേഴ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രാക്ക് സ്പെക് മെഷീനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ ട്രാക്ക് ടയേഴ്സ്, ഫുൾ ഫ്യൂവൽ, മെയിൻ്റെനൻസ്, മെക്കാനിക്കൽ പരമായിട്ട് എന്ത് ഇഷ്യൂ വന്നാലും നിങ്ങൾ തലപോയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മറിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തലപോയിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇവിടെ ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സേഫ് എൻവയോൺമെൻറ്റിൽ നമുക്ക് നമ്മുടെ സ്കിൽസ് പരീക്ഷ നോക്കാൻ പറ്റിയ നല്ലൊരു അവസരം തന്നെയായിരുന്നു. സോ ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു ഇന്നത്തെ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PNR റേസിങ്ങിൻ്റെ പേജിലും മെസ്സേജ് അയക്കാം, റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂളിൻ്റെ പേജിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ലി പീപ്പിളാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരാൻ അവർ തയ്യാറുമാണ്. അപ്പം ഇനി വരാൻ പോകുന്ന സെഷനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും നിങ്ങളൊരു 10,000 റുപ്പീസ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർത്താണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തിനായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ട് തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റു വേണ്ടും കാണുന്നവരെ.